ശ്രീ BRM ഷഫീർ, ശ്രീ AN ഷംസീർ പറഞ്ഞതിന് മറുപടി. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായി വേണമെങ്കിൽ നിങ്ങൾ കൂട്ടുകൂടിക്കോളൂ, പക്ഷെ അത് ധൈര്യമായി പുറത്തു പറയൂ. ഞങ്ങൾക്ക് കൂട്ടുണ്ട്, ഞങ്ങൾക്ക് അവിടെ വോട്ടുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ മാറ്റി നിർത്താൻ ഞങ്ങൾ ഇവരുമായി കൂട്ടുകൂടുന്നു. അത് പറയാതെ ഏതോ രഹസ്യബന്ധത്തിന് പോകുന്ന മട്ടിൽ പരുങ്ങുന്നത് എന്തിനാണ്? അപ്പോഴല്ലേ കൂടുതൽ ദുരൂഹമാവുന്ന ശ്രീ BRM ഷഫീർ. ഞാൻ ആദ്യം ഈ ഷംസീറിന് മറുപടി പറയാം. ബഹുമാനായ ശ്രീ ഷംസീർ, താങ്കൾ പറഞ്ഞു UDF തകർന്നിരിക്കുന്നു. അത് നിങ്ങളുടെ വ്യാമോഹമാണ് കേട്ടോ. ഞാൻ കണക്കുകൾ എടുക്കേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് കണക്കെടുപ്പിച്ചതാണ്. നിങ്ങൾക്ക് മൊത്തം സീറ്റ്, നിങ്ങൾ കൊടയും വടിയും പിന്നെ മാങ്ങയും ഒക്കെ ആയിട്ട് നിങ്ങൾ മത്സരിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് അരിവാളിലല്ല, അരിവാൾ ഉൾപ്പെടെ 10,115 സീറ്റിലാണ് നിങ്ങൾ ജയിച്ചത്. എന്നാൽ UDF ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് മാണിയും പിന്നെ ജനതാദളും ഞങ്ങളിൽ നിന്ന് പോയിട്ട് പോലും 8,018 എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെയും ജനതാദളിൻ്റെയും വോട്ടുകൾ വെച്ച് കൂട്ടി നോക്കിയാൽ തുല്യം വരേണ്ടതാണ്. നിങ്ങൾ അടിത്തറ തകർന്നു എന്നുള്ളത് വ്യാമോഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കണക്കെടുത്തു എന്ന് മാത്രം. രണ്ട്, നിങ്ങൾ പറഞ്ഞു സെക്കുലർ വോട്ടുകൾ മുഴുവൻ പിന്നെ പോയി. നിങ്ങൾക്കറിയാം വെൽഫെയർ പാർട്ടിയുമായി, ഞാൻ ആ കണക്കുകൾ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങൾ പിന്നെ ഓരോ സ്ഥലത്തും എടുത്തിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് രഹസ്യമായും പരസ്യമായും സംസാരിച്ചതിൻ്റെ രേഖകൾ പിന്നെ വെൽഫെയർ പാർട്ടി പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം മുക്കം പിന്നെ നഗരസഭയിലും കൊടിയത്തൂർ പഞ്ചായത്തിലും നിങ്ങളിതാ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെയും ഒരുമിച്ച് ഭരിച്ചവരാണ്. ഏറ്റവും അവസാനം തെക്കൻ കേരളത്തിൽ ആലപ്പുഴയിൽ കായംകുളത്തും പാണാവള്ളിയിൽ ഒരുമിച്ച് ഭരിച്ചവരാണ്. കീഴൂപ്പറമ്പ് മുതൽ നടുവർണ്ണൂർ വരെ എൻ്റെ 25 പഞ്ചായത്തുകളുടെ കണക്കുണ്ട്. നിങ്ങൾ ഷംസീർ തർക്കിക്കുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് മത്സരിച്ച മുഴുവൻ കണക്കുകളും ഞാൻ പുറത്തു പറയുന്നില്ല. ഒരു മിനിറ്റ്, അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അത് ശ്രീ BRM ഷഫീർ പറയുമോ? വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, SDPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് BRM ഷഫീർ ഇപ്പോൾ പറയുമോ? ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി. എന്നാൽ ഇവർ SDPയുമായി ബന്ധപ്പെട്ട് അങ്ങനെയെങ്കിൽ തീർന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വിഷയം വിടാം. ഇപ്പോൾ പറയുമോ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, സഖ്യമില്ല, തെറ്റിപ്പോയി എന്ന് അങ്ങിപ്പോ പറയുമോ? ജനാധിപത്യപരമായ ആര് വോട്ട് എന്നാലും സ്വീകരിക്കും. അതിൽ സഖ്യത്തിന്റെയോ സഹകരണത്തിന്റെയോ പ്രശ്നം വന്നാൽ ചർച്ച ചെയ്യും. അത്രേ ഉള്ളൂ. സഖ്യമില്ല, ധാരണയില്ല എന്നെങ്കിലും പറയുമോ? നിങ്ങൾ പറയാൻ കഴിയില്ല. വെൽഫെയർ പാർട്ടി ഇന്ത്യയിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും സഹകരണം ഉണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷവും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ആ ഇടതുപക്ഷം ഉണ്ടാക്കി വെച്ച സഹകരണത്തെ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. എന്നാൽ ഇവർ SDPയുമായിട്ട് കൂടിയല്ലോ. ഈ ഷംസീറിന്റെ പിന്നെ സ്ഥലമാണ് കണ്ണൂർ. കണ്ണൂരിലെ മുനിസിപ്പാലിറ്റി, അവിടെ നിന്ന് തുടങ്ങാം. കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ SDPയുമായിട്ട് സഹകരണം. പാനൂർ, ഇദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ്, കുഞ്ഞനന്തൻ്റെ നാടാണ് പാനൂർ. പാനൂരിലെ 12ാം വാർഡ് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, ഷംസീർ തർക്കിക്കേണ്ട. പാനൂരിലെ 12ാം വാർഡിൽ, കുഞ്ഞനന്തൻ്റെ സ്വന്തം പഞ്ചായത്തായ 12ാം വാർഡിൽ, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാം, പാനൂരിലെ 12ാം വാർഡിൽ SDPക്കും CPMനും പിന്നെ കൂടി പിന്തുണച്ചിട്ടുള്ളത് ഒരു സ്ഥാനാർത്ഥിയെ. SDPയുടെ നേതാവ് പരസ്യമായി ഞങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു, ഞങ്ങൾ പിന്തുണ കൊടുത്തു, ഞങ്ങൾ സംയുക്തമായിട്ട് മത്സരിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞതിന്റെ വീഡിയോകൾ ഇവിടെ പ്രചരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത് UDF പാനലിൽ വെൽഫെയർ പാർട്ടി നിങ്ങൾ അവരുടെ ബോർഡ്, അവരുടെ പോസ്റ്റർ അടിച്ചതുപോലെ SDPI ബാനറിൽ LDFന്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടോ? ഹാഷ്മിയോട് ഞാൻ പറഞ്ഞത്, രണ്ടു കൂട്ടർക്കും കൂടി ഒരു സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിൻ്റെ പേരൊന്നും വെച്ചിട്ടില്ല. എന്നാൽ ഇടതുപക്ഷം ഞങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു, നമ്മൾ രണ്ടുപേരും കൂടി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. SDPയുമായി രഹസ്യബാന്ധവം, ഇവിടെ ഞങ്ങൾക്ക് സഹകരണം ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നില്ല. ഞാൻ വെറുതെ കള്ളൊന്നും പറയുന്നില്ല, ചാനൽ ചർച്ച ചെയ്തരുത്. ആ സഹകരണം ഒരിക്കലും സഖ്യമായിരുന്നില്ല. താഴെ തട്ടിലുണ്ടായിരുന്ന വെറും അടവുകൾ മാത്രമായിരുന്നു. ആ സഹകരണം കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്യാതിരിക്കേണ്ട കാര്യം എന്താ? അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. 3, പിന്നെ BJPയുടെ നേതാവ് പറഞ്ഞു ഇവിടെ പിന്നെ ജനാധിപത്യത്തിന് വേണ്ടി BJP ഒരുപാട് മുന്നോട്ട് പോയി. നിങ്ങൾക്കറിയോ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുകളായ നഗരസഭയിൽ ഒരു തവണ ഒന്ന് ജയിച്ചപ്പോൾ തന്നെ ജയ് ശ്രീരാം എന്ന് പറയപ്പെടുന്ന 20 അടി പൊക്കമുള്ള ഫ്ലക്സുകൾ നിരത്തി വെച്ച് നിങ്ങൾ ഈ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? RSSും BJPയും ജയിക്കുന്നതൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗുകാരാണ് ജയിച്ച സ്ഥലങ്ങളിലെല്ലാം അല്ലാഹു അക്ബർ എന്ന് കയറി തൂക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ വെച്ചേക്കോ? രണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ജനാധിപത്യത്തിൽ ജയിക്കാം, പക്ഷേ അത് മതചിഹ്നങ്ങളും മത ആശയങ്ങളും പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ആ ഇഷ്യൂ പുറത്തു വന്നു. ഇതുവരെ ആയിട്ടും അത് തൂക്കിയവർക്കെതിരായി
അല്ലെങ്കിൽ അത് ആ ശ്രീ ഷഫീർ, ഇതിലെ സമീപനത്തിനെതിരായി പ്രശ്നം കേരളത്തിലെ എന്താണെന്ന് അറിയുമോ? ഈ മുഖ്യമന്ത്രിയുടെയോ മതരാഷ്ട്രവാദം പറയുന്നു എന്ന് ആരോപിക്കുന്നവരുമായി കൂട്ടുചേർന്ന ഷഫീർ ആണെങ്കിൽ ഷഫീറിന്റെ പാർട്ടിയാണത് പറയാനുള്ള അവകാശം പൂർണ്ണമായി നിങ്ങൾക്കുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തുമോ ശ്രീ ഷഫീർ? ഞാൻ റൈസ് ചെയ്ത ഇഷ്യൂവിനെ ഹാഷ്മി മറക്കരുത് കേട്ടോ. ഞാൻ ഇഷ്യൂ റൈസ് ചെയ്തതാ പാലക്കാട് നഗരസഭ ഈ ഷംസീറിന്റെ പാർട്ടി ചെയ്ത കൊല ചതിയല്ലേ. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3ാം സ്ഥാനത്തായിട്ട് പോലും, ഞങ്ങൾ BJP 1ാം കക്ഷിയായിട്ട് പോലും ഞങ്ങൾ എന്ത് ചെയ്തറിയോ, BJP മാറ്റി നിർത്താൻ സെക്കുലർ ആയിട്ടുള്ള ഇടതുപക്ഷം ജയിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്തുണ കൊടുത്തു. BJP ഭരണത്തിൽ നിന്ന് അകറ്റി. BJP ഭരണത്തിൽ നിന്ന് അകറ്റിയത് കൊണ്ടാണ് ഇപ്രാവശ്യം CPM നഗരസഭ പിടിക്കാൻ പറ്റിയത്. എന്നാൽ പാലക്കാട്ടവർ ഞങ്ങളോട് ചതി ചെയ്തു. പാലക്കാട് നഗരസഭയിൽ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ അടുത്ത സന്ദീപ് പറയാൻ പോകുന്ന മറുപടി ക്രോസ് വോട്ടിംഗ് എന്ന്. ക്രോസ് വോട്ടിംഗ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ക്രോസ് വോട്ടിംഗ് ഒന്നും ഇല്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. എന്നാൽ പാലക്കാട് നഗരസഭയിൽ BJPക്ക് 24, കോൺഗ്രസിന് UDFന് 13, LDFന് 9 കഴിഞ്ഞ പ്രാവശ്യം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സഹകരണമെങ്കിലും അന്ന് BJPയെ മാറ്റി നിർത്താൻ, സെക്കുലർ എന്ന് അവകാശപ്പെട്ട ഷംസീറിന്റെ പാർട്ടി BJP അകറ്റി നിർത്താൻ കോൺഗ്രസ് കേരളത്തിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ കാണിച്ച മര്യാദ പാലക്കാട് അവർ കാണിച്ചെങ്കിൽ ഇപ്പൊ പാലക്കാട് നഗരസഭ അവർ പിടിക്കില്ല. പാലക്കാട് നഗരസഭ